എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം എന്താ പറഞ്ഞത്? ദുആ ചെയ്യുന്ന മക്കൾ, അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, മൂന്നാമതായിട്ട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. നാം പരിശുദ്ധമായ നല്ല നല്ല കാര്യങ്ങൾ ഇൽമ പഠിച്ചു, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇൽമ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ എനിക്ക് പ്രയോജനമുണ്ട്. നാളെ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ എന്റെ ഖബറിലേക്ക് ആരെങ്കിലും ഈ വയത് കേട്ടിട്ട് ഒരാളെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ എനിക്കെത്തും. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഖബറിന്റെ അകത്തേക്ക് വരുന്നതെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥനോട് അവിടെന്ന് പറയുന്ന, ഉസ്താദേ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അല്ലാഹനെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്, പിന്നെ മുത്തുനബിയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ സ്നേഹിക്കണമെന്നാണ് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാലല്ലേ സ്വർഗമുള്ളൂ, നബിയെ സ്നേഹിച്ചാലല്ലേ ശഫാഅത്തുള്ളൂ, ഹൗദുൽ കൗസറുള്ളൂ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കി തെരഞ്ഞെടുക്കുന്നത് ആരെയെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബാ. നല്ല കാര്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സായി ഞാൻ ആരെയാണ്? ഭാര്യയെയല്ല, മക്കളെയല്ല, കൂടപ്പിറപ്പിനെയല്ല, കൂടെ പഠിച്ചവരെയല്ല, കുടുംബക്കാരെയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാമുകിയായ ഒരു പെണ്ണിനെ ടൈം പാസിന് പ്രണയിക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഏറ്റവും വലിയ പ്രണയഭാജനം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനും കഴിഞ്ഞ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയെന്നറിയുമോ? പണത്തിനെയല്ല, കൊട്ടാരങ്ങളെയല്ല, അധികാരങ്ങളെയല്ല, സുന്ദരികളായ പെണ്ണുങ്ങളെയല്ല, ഈ ദുനിയാവിന്റെ ആഡംബരമല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് എന്റെ കൂടെ വരുന്ന നല്ല കാര്യങ്ങളെയാണ്. അമലുൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങളെയാണ് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഖുർആൻ ഓതുന്നതിന് ഒരു ലഹരിയായി കാണാൻ തുടങ്ങി. ദിക്റുകൾ പറയുന്നത് വല്ലാത്ത ലഹരിയാണ്. എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റിയത് അവിടെയാണ്, നമ്മൾക്ക് പിഴവ് സംഭവിച്ചത് അവിടെയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് ഏറ്റവും വലിയ സുഖം കിട്ടുന്നത് സുന്ദരിയായ ഒരു പെണ്ണിന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാ. അല്ലെങ്കിൽ ഫോണിലൂടെ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോഴുള്ള ലഹരിയാണ്, അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോഴുള്ള ലഹരിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ വല്ലാത്ത ലഹരിയുണ്ട് എന്ന് കരുതുന്ന മുസ്ലിമേ, ഒരിക്കലും അങ്ങനെ കരുതരുത്. ഏറ്റവും വലിയ ലഹരി ഏതെന്നറിയോ? അള്ളാഹുവിന്റെ മുന്നിൽ 2 റക്അത്തൊന്ന് നിസ്കരിക്കാൻ നിന്ന് നോക്കൂ. ഏറ്റവും വലിയ ലഹരി അതാണ്, ഏറ്റവും വലിയ സന്തോഷം അതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ആ ഖുർആൻ ഓതേണ്ട രീതിയിൽ ഒതുവെടുത്തിട്ട് മനസമാധാനത്തോടെ ആരും കാണാതെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഖുർആനിലെ ഏതെങ്കിലും 114 അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം എടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഒന്നോതി നോക്കു മനുഷ്യ. അതിനെപ്പോലെ ലഹരിയുള്ള പിന്നെ എന്താ ലോകത്തുള്ളത്? ഏറ്റവും വലിയ സംഗീതം അതാണല്ലോ. നിങ്ങൾ എത്രയും വലിയ യേശുദാസിന്റെ പാട്ട് കേൾക്കുന്നവരുണ്ട്, ഒരുപാട് ഗായകന്മാര് ഗായികമാര് അവരുടെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന മുസ്ലിമേ, 2 ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ. നിങ്ങൾ 2-3 ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ചൊന്ന് ഓതുന്നതൊന്ന് കേട്ട് നോക്ക്. ആദ്യമൊക്കെ ചില പ്രയാസമാണെങ്കിലും അല്ലാഹുവേ പിന്നെ കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തു മനോഹരമെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ, എന്തു മനോഹരമെന്നറിയോ? അതുപോലെ നിങ്ങളൊന്ന് സ്വലാത്ത് പറയാൻ തുടങ്ങൂ, നിങ്ങളൊന്ന് ദിക്റ് പറയാൻ തുടങ്ങൂ. എന്റെ പ്രിയപ്പെട്ടവരെ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ചുമ്മാതിരിക്കുമ്പോ നിങ്ങൾ വെറുതെ കയ്യിലെ തസ്ബീഹ് എടുത്ത് പിടിച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വഅസ്തഗ്ഫിറുല്ലാഹൽ
മാത്രമല്ലല്ലോ ഈ ദിക്റങ്ങ് പറയാൻ തുടങ്ങിയ ദിവസങ്ങൾ കഴിയും തോറും അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ, അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ. ഓർമ്മയില്ലേ നിന്റെ പ്രിയപ്പെട്ട പിതാവ്, നിന്റെ ഉമ്മയ്ക്ക് നിനക്ക് ഓർമ്മയില്ലേ? ബോധമില്ലാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ പോലും അവര് സുഖമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് പലരുടെയും കൈ ഇങ്ങനെ ചലിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്റ് പറഞ്ഞ ശീലമാ. അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ, പഴയ ആൾക്കാരൊക്കെ അവരിങ്ങനെ കിടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ബോധമൊന്നും ഇല്ലാന്ന്, പക്ഷെ കൈ ഇങ്ങനെ അനങ്ങുന്ന കാണാം. കൈ ഇങ്ങനെ, കാരണം ദിക്റ് തസ്ബീഹൊക്കെ ഇപ്പോഴല്ലേ പണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറയും, ഇപ്പൊ പിന്നെ എളുപ്പത്തിൽ ഓട്ടിയിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിക്റുകൾ പറയാൻ തുടങ്ങിയാൽ അതൊരു ലഹരി. നമസ്കാരം അതുകൊണ്ടാണല്ലോ പല മഹാന്മാരും, പടച്ചവനെ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരു സഹാബിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ കാലിന്റെ ഒരു വിരല് പഴുത്തു. നിസ്കാരത്തിന്റെ ലഹരി മനസ്സിലാക്കണം. ഉബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിൽ കയറ്റിയിട്ട് കൊല്ലാൻ പോകുമ്പോഴും നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയാ, മതിയായില്ല പടച്ചവനേട്ടാ, അള്ളാഹുവേ പോകുന്നതിന് വിഷമല്ല, മരിക്കുന്നതിലല്ല നിസ്കാരം. ഒരു സഹാബിയുടെ കാലിന്റെ ഒരു വിരല് പഴുത്തു. ആ സമയത്താണ് വൈദ്യന്മാര് പറഞ്ഞു, ഈ പഴുപ്പ് മുകളിലേക്ക് കയറും, അതുകൊണ്ട് കാലിന്റെ വിരല് മുറിച്ചു മാറ്റ്. മഹാനവറുകൾ സമ്മതിച്ചില്ല. അവിടുന്ന് കാലിന്റെ പഴുപ്പങ്ങോട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി. കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. അപ്പോഴും വൈദ്യന്മാര് പറഞ്ഞു, ഇത് മുറിച്ചുകള, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും. മഹാനവറുകൾ സമ്മതിച്ചില്ല. അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറി. അപ്പോഴും വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, കാല് മുറിച്ചു മാറ്റ്. മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനി പഴുപ്പ് മുട്ടിന്റെ മുകളിലേക്ക് കയറും, വലിയ പ്രയാസമാണ്, അര വെച്ച് മുറിച്ചു മാറ്റണം. അങ്ങനെ അവസാനം മഹാനവറുകൾ അവിടുന്ന് സ്വഹാബിയാണ്. ആ സ്വഹാബി തന്റെ കാല് മുറിക്കാ സമ്മതിക്കുകയാ. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. കടന്നു വന്നിട്ടൊരു പാത്രത്തിൽ അവിടെ നിന്ന് കൊണ്ടുവന്നൊരു മരുന്ന് കൊടുക്കുകയാ. ഒരു മരുന്ന് കുടിക്കാൻ, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് മയക്കണമല്ലോ, ഇപ്പോഴല്ലേ ഇഞ്ചക്ഷനൊക്കെ. അപ്പം മയക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തു. മഹാനവറുകൾ ചോദിച്ചു, എന്താ ഇത്? ഇത്തിരി കള്ളാണ്, ഇത് എന്തിനാ കുടിക്കണം? ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മുറിക്കുന്നതിന്റെ വേദന അറിയില്ല. ഈ മുറിക്കുന്നതിന്റെ വേദന അറിയാതിരിക്കാൻ ഈ കള്ള് കുടിക്കാൻ പറയുമ്പോ സുബ്ഹാനല്ലാഹ് മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുകയാ, കള്ള് കുടിക്കാനോ? ഒരിക്കലും ഞാൻ കുടിക്കില്ല. അവിടെന്ന് പറഞ്ഞ് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണ്. മഹാനവായ സ്വഹാബി അവിടെന്ന് പറയുകയാ, ഞാനെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് കൈകെട്ടി, എന്നിട്ട് അവിടെന്ന് പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ ഓതി ഞാൻ സൂറത്ത് ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, കെട്ടുകഥയല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രമാ. അവിടുന്ന് പടച്ചവനെ മഹാനവറുകൾ അവിടുന്ന് ഉളുവെടുത്തു. എന്നിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് കൈകെട്ടുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ അവിടുന്ന് കൈകെട്ടി, അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. വൈദ്യന്മാര് കാലിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരു മരുന്നും കൊടുക്കാതെ, ഒരു ഇഞ്ചക്ഷനും എടുക്കാതെ, ഒരു അല്ലാഹുവേ വേദനയുടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. ആ സ്വഹാബി ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, ആ മഹാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. അവിടത്തെ കാലുണ്ടല്ലോ, മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ് ആ മനുഷ്യൻ അറിഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റിയിട്ടറിഞ്ഞില്ല. ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അല്ലാഹുവേ അപ്പോഴും നമസ്കാരത്തിലാണ്. കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്, കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ രക്തം നിൽക്കാതെ വന്നപ്പോ എളുപ്പ ഒരു വഴിയുണ്ട്. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് മുക്കിക്കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, അവിടെ നിന്ന് സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് ഈ ശരീരം
ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകി ഒഴുകി പൊക്കൊണ്ടിരിക്കുകയാണ്. അവര് നിൽക്കുന്നതിന് വേണ്ടി തിളച്ച എണ്ണയങ്ങ് കാലിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ് പിടഞ്ഞ് താഴെ വീഴുകയാ. അവിടത്തെ ബോധം നഷ്ടപ്പെട്ടു പോയി, അവിടത്തെ ബോധം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും കൂടി നിൽക്കുകയാണ്. പടച്ചവരെ, കാല് മുറിച്ചതറിയില്ലല്ലോ. ബോധം വരുമ്പോ എങ്ങനെയാ പറയുന്നത്? വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ് കുടുംബക്കാരിൽ ഒരാൾ ഓടി വരികയാണ്. എന്തേ വരുന്നതിന്റെ കാരണമെന്നറിയുമോ? ഇദ്ദേഹത്തിന്റെ ഒരു മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. ഈ കിടക്കുന്ന മഹാന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു. അത് പറയാമെന്നതാണ്. പടച്ചവനെ, എല്ലാവർക്കും വിഷമമായി. കാല് മുറിച്ചു, മകനും മരിച്ചു. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കുടുംബക്കാര് പറഞ്ഞു, തങ്ങള് അവിടുത്തെ ഇളയ മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തങ്ങള് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കേട്ടവരുടെ കണ്ണ് നിറഞ്ഞു പോയി. പടച്ചവരെ, മഹാനവറുകൾ ഇരുന്ന് കരയുകയാ. അവിടെന്ന് ചോദിച്ചു, എന്തിനാ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹു എനിക്ക് 2 കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. 2 കൈയും 2 കാലും തന്നിട്ട് അല്ലാഹു 2 കൈയും 1 കാലും എനിക്ക് തന്നല്ലോ. ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. രണ്ടാമത് അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനെന്നറിയുമോ? അല്ലാഹു 7 മക്കളെ തന്നിട്ട് ഒരെണ്ണത്തിനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി 6 എണ്ണത്തിന് എനിക്ക് അല്ലാഹു നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാ. എന്നിട്ടിരുന്ന് കരയുകയാണ്. എന്നിട്ടിരുന്ന് കരയുകയാണ്. എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? അല്ലാഹുവേ, നിന്ന് നിസ്കരിക്കാൻ ഇനി എനിക്ക് കഴിയില്ലല്ലോ. നിന്ന് നിസ്കരിക്കാൻ, അള്ളാന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഒരു സുഖമുണ്ടായിരുന്നല്ലോ. ഇനി മുതൽ ഒറ്റക്കാലല്ലേ, എനിക്ക് ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അല്ലാ. അതിന്റെ ദുഃഖം കൊണ്ട് കരഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് നിസ്കരിച്ചു നോക്ക്. നിസ്കരിക്കേണ്ട രീതിയിൽ നിസ്കരിച്ചു നോക്ക്. ഖുർആനോദന്റെ രീതിയിൽ ഖുർആനോദി നോക്ക്. ദിക്റുകൾ പറയേണ്ട രീതിയിൽ അതിനെ വെറും ഒരു ചടങ്ങായി കാണാതെ ഹയ്യാല സലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓടി വന്ന് കുത്തലല്ല, ഓടി വന്ന് തലകീഴായി വീഴലല്ല. പടച്ചവനെ, അതിനെ എന്ന് സ്നേഹത്തോട് അതെന്റെ ബാധ്യതയാണെന്ന് കരുതിയിട്ട് ഒന്ന് നിസ്കരിച്ചു നോക്ക് മുസ്ലിമേ. ഒന്ന് ഖുർആൻ ഓതി നോക്ക് മുസ്ലിമേ. അത് നിന്റെ ജീവിതത്തിലെ രക്ഷയാ, നാളെ ആഖിറത്തിലും രക്ഷയാ. അല്ലാഹുവേ, നല്ല കാര്യങ്ങളെ സ്നേഹിക്കാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അമലുകളെ സ്നേഹിക്കാൻ നോക്ക്. അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കൂടെ വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.